ഇന്ന് രാവിലെ ഒരു ഫോണിൻ്റെ ബെല്ലടി കേട്ടപ്പോഴേ ഞാൻ ചാടി എണീറ്റതേ നോക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ബിനീഷ് ചേട്ടനായിരുന്നു കേട്ടോ. പിന്നെ ചോറിന് വെള്ളം തളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അരി അങ്ങോട്ട് കഴുകി ഇട്ട് കൊടുക്കണ്ടേ. മുറ്റത്ത് നിറച്ചും ചപ്പ് വീണ് കിടക്കുകയാണ് കേട്ടോ. അടിച്ചാലും തീരാത്തത്രയും വലിയ മുറ്റവും വഴിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. 2 പ്ലാവുണ്ട് കേട്ടോ. അത് തന്ന പണിയാണേ. ഞാൻ ഈ മുറ്റടിക്കുന്ന കണ്ടപ്പോഴേക്കും നമ്മുടെ മിക്കി മോളിത എന്നോട് കൊഞ്ചാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവളെയൊക്കെ കളിപ്പിച്ച് ഒരാഴ്ച മുന്നേ തുടങ്ങിയ എൻ്റെ മുറ്റത്തിലെ കാടുപറിയാണ് ഇനിയും തീർന്നിട്ടില്ല. എന്തായാലും ഇനി ഒരാഴ്ചയും കൊണ്ട് അതങ്ങോട്ട് തീർക്കണം. മുറ്റത്തുണ്ടായിരുന്ന കുരുമുളക് നല്ല രീതിയിൽ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് കിളികളും പറിച്ച് കഴിക്കേണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ അതും കൂടി അങ്ങോട്ട് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കോഴിക്കുട്ടികൾക്ക് തിന്നാനെല്ലാം കൊടുത്തപ്പോഴേക്കും ചോറ് നന്നായിട്ട് തളച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് രാവിലെ തോരൻ മത്തൻ്റെ എല്ലാം തോരനാണ് കേട്ടോ വെക്കുന്നത്. ഇവിടെ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് തികയൊന്നും എന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ അമ്പു അവ ചാടി എണീറ്റ് എൻ്റെ ഒക്കത്ത് വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഇനി ഉച്ചത്തേക്കുള്ള ലഞ്ച് നമുക്ക് പാക്ക് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, മത്തൻ്റെ എല്ലാം തോരനും കുറച്ച് അച്ചാറും രാവിലെ കടിക്കുണ്ടാക്കിയ ഗ്രീൻ പീസ് കറിയും മാത്രമാണ് ഇട്ടുണ്ടായിരുന്നത്. ഇനി അമ്പു അവ കുറച്ച് നേരം എൻ്റെ ഒക്കത്ത് നിന്നിട്ട് ഭയങ്കര കൊഞ്ചലായിരിക്കും കേട്ടോ. ഇനി അവനെ കുറച്ച് നേരം കൊഞ്ചിച്ചിട്ട് വേണം അംഗൻവാടിയിലേക്ക് വിടാൻ. എനിക്ക് നേരെ ഡ്യൂട്ടിക്കും പോകാനുണ്ട്. അപ്പം ടാറ്റാ.